അപ്പോൾ ലാസ്റ്റ് ഡേ ഓഫ് ഫെബ്രുവരി ആണെന്ന്, ഫെബ്രുവരി 28 ആണ്. അപ്പോൾ ഇന്നത്തെ ഒരു കോട്ടുണ്ട്, മധുരമായ വാക്കുകൾ സൗജന്യമായി നൽകാം, അതുണ്ടാക്കുന്ന പ്രഭാവം അമൂല്യമാണ്. അല്ലേ, നമ്മൾ വളരെ ടെൻഷനിലോ അല്ലെങ്കിൽ വളരെ സ്ട്രെസ്ഡിൽ ഇരിക്കുന്ന സമയത്ത് നല്ലൊരു കൂളിംഗ് ആയിട്ടുള്ളൊരു വോയിസ് അല്ലെങ്കിൽ ഒരു വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് റിലാക്സ്ഡ് ആവും. വളരെ ടെൻഷനിൽ ഇരിക്കുമ്പോൾ അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഗെയിം, അല്ലെങ്കിൽ ഇതൊക്കെ നടക്കേണ്ടതാണ്, അതിലൂടെ പോയാൽ മതി, ഒക്കെ ഓക്കെ ആവും എന്ന് ഒരാൾ പറയുമ്പോൾ നമുക്ക് വളരെ റിലാക്സ്ഡ് ആവും. സോ അതാണ് പറയുന്നത് കേട്ടോ. എപ്പോഴും നല്ല വാക്കുകൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. മറ്റുള്ളവർ ടെൻഷനിലിരിക്കുമ്പോൾ അയ്യോ ഇതിങ്ങനെ കൂടുതൽ ടെൻഷൻ അടുപ്പിക്കാതിരിക്കുക. എപ്പോഴും പോസിറ്റീവായിട്ട് സ്വീറ്റായിട്ട് സംസാരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് നിങ്ങളുടെ പേഴ്സണിൻ്റെ കറന്റ് ആയിട്ടുള്ള ഫീലിങ്സ് നോക്കാം. അതിന് മുന്നേ ഒരു കാര്യം പറയാം. വീഡിയോസൊക്കെ കാണുന്നത് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് കോൾസ് വരുന്നുണ്ട്. അപ്പോൾ ദയവ് ചെയ്ത് കോൾ എനിക്ക് ചെയ്യാതിരിക്കുക കേട്ടോ. പിന്നെ നിങ്ങളിങ്ങനെ ഗുഡ് മോർണിംഗ് അങ്ങനത്തെ മെസ്സേജസ് ഒന്നും അയക്കാതിരിക്കുക. ഞാൻ ബ്ലോക്ക് ചെയ്യും. കാരണം നമ്മൾ അതിന് എൻ്റർടൈൻ ചെയ്യുന്നില്ല. നമ്മളിവിടെ മെയിൻലി എൻ്റെ സോൾ പർപ്പസ് ആയിട്ടാണ് ഹീലിങ്സും അതുപോലെ തന്നെ റീഡിങ്സ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളത് കൺസിഡർ ചെയ്യണം. ഞാൻ തിരക്കായിരിക്കും, ഞാൻ അങ്ങനെ ചിറ്റാറ്റിന് ഇരിക്കില്ല. പൊതുവേ ഇപ്പോൾ ഒട്ടും താല്പര്യമില്ലാത്ത ഒരു പേഴ്സണാണ്. കാരണം ഹീലർ ആയതുകൊണ്ട് നമ്മുടെ എനർജി പ്രിസർവ് ചെയ്യണം. അതുകൊണ്ട് ഞാൻ സംസാരിക്കാറില്ല. ഹീലിങ്സോ റീഡിങ്സോ മാത്രമേ ഞാൻ കോൺടാക്റ്റ് ഉള്ളൂ. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പോലും അങ്ങനെ സംസാരിക്കാറില്ല. കാരണം എനർജി പോകണ്ടെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ അതൊന്നും കൈൻഡ്ലി മനസ്സിലാക്കണം കേട്ടോ. ദയവ് ചെയ്ത് ഫോൺ നമ്പർ കൊടുത്തു എന്ന് കരുതി അത് ഡയറക്റ്റ് വിളിക്കാതിരിക്കുക. വെറുതെ ഇങ്ങനെ അങ്ങനെ ചെയ്യാതിരിക്കുക കേട്ടോ. മെസ്സേജ് അയക്കാതിരിക്കുക. ഓക്കെ, അത് ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് കറന്റ് ഫീലിങ്സ് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ. യു വിൽ ഗെറ്റ് ത്രൂ ദിസ്. ഇപ്പം നമ്മൾ വായിച്ച പോലെ ഒരു 2 പേരാണ്, ഒരു മെയിൽ ആൻഡ് ഫീമെയിൽ ആണ്. അവർ ആ ചെസ്റ്റും ഒരു ഫീമെയിൽ കിടക്കുകയാണ്. അപ്പോൾ അതിനർത്ഥം നിങ്ങളുടെ ജേർണിയിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അനുഭവിക്കുന്ന പല സിറ്റുവേഷൻസിലൂടെയും നിങ്ങൾ കടന്നു പോയേ പറ്റൂ. അപ്പോൾ ഓൾ ഈസ് വെൽ എന്നാണ് പറയുന്നത്. ഇതൊക്കെ കടന്നു പോയി നമ്മൾ ആ ഒരു സ്റ്റേറ്റിലേക്ക് എത്തും, നമ്മൾ എത്തേണ്ട പൊസിഷനിലേക്ക് എത്തും എന്ന് പറയുന്നുണ്ട്. ലൈഫ് ലെസൺസ് ആൻഡ് ഹീലിംഗ്. ജീവിതത്തിൽ ഹാർട്ട് ചക്ര മുറിയുന്ന പല കാര്യങ്ങളുമാണ് ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ലൈഫ് ലെസൺസ് ആൻഡ് ഹീലിംഗ് ചെയ്യേണ്ട സമയമാണ്. ഇന്നലെ ലൈവ് ചെയ്തപ്പോൾ നോട്ട് ദ റൈറ്റ് ടൈം എന്ന കാർഡ് വന്നവർക്ക് ഹീലിംഗിന്റെ കുറവുണ്ട്, ഷാഡോ വർക്കിന്റെ കുറവുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അടുത്ത കാർഡ് സപ്പോർട്ട്. യൂണിവേഴ്സിന്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് തരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ ഫീലിങ്സ് ആണല്ലോ നമ്മൾ വായിച്ചിട്ടുള്ളത്. കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് ആണ്. അവർ എന്തൊക്കെ റിലേഷൻഷിപ്പിൽ കമ്മിറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. അതാണ് നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് തരാൻ പറ്റാത്തത്. റിലീസ് യുവർ പാസ്റ്റ്. നമ്മൾ നമ്മുടെ ഏതെങ്കിലും പാസ്റ്റ് റിലീസ് ചെയ്താൽ മാത്രമാണ് അവർക്കും ഈ പാസ്റ്റ് റിലീസ് ചെയ്ത് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് തരാൻ സാധിക്കുകയുള്ളൂ. കമ്മ്യൂണിക്കേഷൻസ് വരാത്തവരാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ കമ്മിങ് സൂൺ, മെസ്സേജോ മെയിലോ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ആൻഡ് ഹെൽത്തി